ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ ഒരുമിക്കുന്ന സ്ഥലം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും ഭക്ഷണവും വിനോദവും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു അത്ഭുത ലോകം. അതാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നിരിക്കുകയാണ്. വിശാലമായ കാർ പാർക്കിങ്ങിനരികിൽ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പാസ് എടുത്ത ശേഷം വേണം അകത്ത് പ്രവേശിക്കാൻ. നല്ല തിരക്കുണ്ട്. 1997 ആരംഭിച്ച ഈ സാംസ്കാരിക മേളയിൽ ഇന്ന് 90-ലധികം രാജ്യങ്ങൾ ഇവിടെ ഈ മരുഭൂമിയിൽ ഒന്നിച്ചു വന്നിരിക്കുന്നു. ആദ്യകാലത്ത് ഇതൊരു ചെറിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലായി തുടങ്ങിയതായിരുന്നു. പിന്നീട് വർഷങ്ങളായി വികസിപ്പിച്ചു. ഇന്ന് ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേളകളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. ദുബായിലെ ഏറ്റവും ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്ലോബൽ വില്ലേജ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരം, ഭക്ഷണം, കല, ഷോപ്പിംഗ്, വിനോദം എന്നിവ ഒറ്റ സ്ഥലത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ സാംസ്കാരിക വിനോദമേളയാണ് ഇത്. ഗ്ലോബൽ വില്ലേജ് എന്നത് ഒരു മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ പാർക്കാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെ പവലിയനുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും പ്രത്യേക സ്റ്റോളുകളും ഷോപ്പുകളും ഉണ്ടാകും. ഇവിടെ ജനങ്ങളെത്തുന്നത് വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണങ്ങൾ കഴിക്കാനും ഹസ്തകലകൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, പല പല കലാപരിപാടികൾ, വിനോദ റൈഡുകൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. ഗ്ലോബൽ വില്ലേജിൽ സാധാരണയായി 90-ലധികം രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സ്റ്റോളുകളായി ഒരുക്കിയിരിക്കുന്ന പവലിയനുകൾ ഏകദേശം 30 രാജ്യങ്ങളുടേതാണുള്ളത്. ആന സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെയാണ് ഇന്ത്യയുടെ പവലിയൻ കാണുന്നത്. ഓരോ പവലിയനിലും ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക പ്രത്യേകതകൾ നമുക്ക് കാണാവുന്നതാണ്. ഗ്ലോബൽ വില്ലേജ് ആദ്യമായി തുടങ്ങിയത് 1997 ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ കാണാൻ നിരവധി കാര്യങ്ങളുണ്ട്. കലാപരിപാടികൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ നൃത്തവും സംഗീതവും നമുക്ക് കാണാം. ലൈവ് ഷോകൾ കാണാം. സ്റ്റേജ് പെർഫോമൻസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ 200-ലധികം ഭക്ഷണ സ്റ്റോളുകൾ ഉണ്ട്. അറബ്, ഇന്ത്യൻ, ചൈനീസ്, തുർക്കിഷ് തുടങ്ങി ലോകത്തിൻ്റെ പല രുചികളും ഇവിടെ ലഭിക്കുന്നതാണ്. കയ്യിൽ അതിനൊത്ത പണവും ഉണ്ടായിരിക്കണം. കാർണിവലും റൈഡുകളും, വലിയ ഫെറിസ് വീൽ, ഫാമിലി റൈഡുകൾ, അഡ്വഞ്ചർ ഗെയിമുകൾ, കുട്ടികൾക്കായുള്ള ധാരാളം വിനോദങ്ങളും ഇവിടെയുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളുടെ കൈത്തറി വസ്തുക്കൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ആഭരണങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ ലഭിക്കും. പേരെഴുതി വച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി ചെന്നാൽ ഇവിടെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ്. കണ്ണുകൾക്ക് നല്ല വിരുന്നൊരുക്കിയിട്ടുണ്ട് ഇവിടെയെല്ലാം. മൂന്ന് റോയായിട്ട് മനോഹരമായ ശില്പങ്ങൾ പട്ടാളക്കാരുടെ രൂപത്തിൽ ഇവിടെ നിൽപ്പുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളാണിതെല്ലാം. ഓരോ സീസണിലും ഏകദേശം 80 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ ഈ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദുബായിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുടുംബസമേതം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണിത്. കുട്ടികൾക്കും
മുതിർന്നവർക്കും ഒരുപോലെ വിനോദം നൽകുന്ന വലിയ കുടുംബ വിനോദ കേന്ദ്രമാണിത്. ഇവിടെ പൂക്കളൊക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അതിമനോഹരമാണ്. കളറ് മാറി മാറി വരുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും പേരുകൾ എഴുതി അതിനകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും കാണുകയും ചെയ്യാം, വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. ഇത് വൈകുന്നേരമാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കാണാവുന്നത്. വസ്ത്രങ്ങൾ ഏത് രാജ്യത്തിൻ്റെയും നമുക്കിവിടുന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ലോക ഭക്ഷണങ്ങളുടെ രുചി ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. രാത്രിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും പവലിയനുകളിൽ കയറി ആ വിവരങ്ങളെല്ലാം വീഡിയോയിലിടുമ്പോൾ വീഡിയോയ്ക്ക് ഒത്തിരി നീളം കൂടുന്നതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഇടുന്നില്ല. ദുബായിലെ ദുബായ് ലാൻഡിലാണ് ഈ ഗ്ലോബൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിനടുത്തായിട്ട് വരും. ടൗൺ ദുബായിൽ നിന്ന് ഏകദേശം 25-30 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജ് ഏകദേശം 390 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്താണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൽ പ്രധാനമായി കാണാനുള്ളത് എൻട്രൻസ് ഗേറ്റാണ്. പിന്നെ ഇന്ത്യൻ പവലിയൻ, പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്റ്റ്, മൊറോക്കോ, ചൈന, തായ്ലൻഡ്, ആഫ്രിക്ക, അറേബ്യൻ പവലിയന്, പിന്നെ കാർണിവലേറിയ വലിയ ഫെറീസ് വീലും റോളർ സ്കേറ്ററും കുട്ടികൾക്കും കുടുംബത്തിന് ഇരിക്കാവുന്ന റൈഡുകളുണ്ട്. മെയിൻ സ്റ്റേജ് ഷോസ് ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലൈവ് നൃത്തങ്ങളും സംഗീത പരിപാടികളും നടക്കുന്ന പ്രധാന സ്റ്റേജ്. പിന്നെ തായ്ലൻഡിൻ്റെ സ്റ്റൈലിൽ ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ നിരവധി ഫുഡ് സ്റ്റോളുകളുമുണ്ട്. അസാധാരണമായ വസ്തുക്കളും വിചിത്രമായ പ്രവർത്തനങ്ങളും കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം പോലൊരു സ്ഥലവും ഇവിടെ കാണാവുന്നതാണ്. രാത്രിയിൽ ലൈറ്റുകളാൽ തിളങ്ങുന്ന തടാകവും മുഴുവൻ ഗ്ലോബൽ വില്ലേജിൻ്റെ മനോഹര ദൃശ്യവും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. 390 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ വിനോദ പാർക്കാണ് ഗ്ലോബൽ വില്ലേജ്. ദുബായിലെ അത്ഭുത ലോകം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ലോകം മുഴുവൻ ഒരു മരുഭൂമിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് പോലെ എല്ലാ പവലിയനിലും കയറി ഇറങ്ങി കാണുക എന്ന് പറയുന്ന ഒരു സാധാരണയാൾക്ക് അസാധ്യമാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുകയും ഭക്ഷണം രുചിച്ച് നോക്കുകയും കുറേ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആയതിനാലായിരിക്കാം അല്പം വില കൂടുതലാണ്. പല പോസിലും പല ആംഗിളിലുമൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് സൈഡിൽ നിന്ന് എടുത്താലും എല്ലാ ഫോട്ടോകളും കണ്ണിന് ആനന്ദം നൽകുന്നവയാണ്. ഗ്ലോബൽ വില്ലേജിലെ
പ്രദർശനത്തിൻ്റെ ഇനാഗുറേഷനും ക്ലോസിംഗ് സെറിമണികളും വളരെ ആഘോഷപൂർവ്വമാണ് നടത്തപ്പെടാറുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നെത്തുന്നതുകൊണ്ട് 6 മാസത്തേക്ക് ഇതിൻ്റെ പ്രദർശനം നീട്ടിവെച്ചിരിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന റൈഡുകളിലൊക്കെ നല്ല തിരക്കാണ്. കണ്ടാലും മതിവരാത്ത മനോഹരമായ ദൃശ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കാണുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ കലാപരിപാടികളും നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും രുചികളും വിനോദങ്ങളും ഒരുമിക്കുന്ന ഒരു അത്ഭുത ലോകം. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് തീർച്ചയായും ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ്. ദുബായിലെ ഈ മരുഭൂമിയിൽ നിന്ന് ലോകത്തിലെ ഏകദേശം 90 രാജ്യങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊരു നല്ല അവസരം ലഭിച്ചതിനായി ദൈവത്തോട് നന്ദി പറയുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.